വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി UDF കൺവീനറായി ശ്രീ അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും ചാർജ് എടുക്കുന്ന അവിസ്മരണീയമായ ഒരു മുഹൂർത്തമാണിത്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ശ്രീ സണ്ണി ജോസഫും അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരും ഈ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, 4 വർഷക്കാലം ശ്രീ കെ സുധാകരൻ പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകിയുണ്ടായി. അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ച പോലെ ധാരാളം നേട്ടങ്ങൾ പാർട്ടിക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ്. ആ നേട്ടങ്ങളുടെ പിന്തുടർന്നുകൊണ്ട് പുതിയ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനും സഹപ്രവർത്തകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആത്മാർത്ഥമായി ആശംസിക്കാനുള്ളത്. ഇനിയും കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആണ്. സണ്ണി ഡേയ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിയമനത്തിലൂടെ തെളിയിക്കുന്ന കാര്യം. ഒരു പാർട്ടിക്ക് വേണ്ടത് അതാണ്. സണ്ണി ഡേയ്സ് വരുന്നതോടുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കും. അതിന് പ്രാപ്തനാണ് ശ്രീ സണ്ണി ജോസഫ്. 2004 ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 2001 DCC പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീ സണ്ണി ജോസഫ് ആ സ്ഥാനം തുടരുകയായിരുന്നു. എന്നോടൊപ്പം DCC പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സണ്ണി ജോസഫ്. ആദ്യമായി അദ്ദേഹം പേരാവൂരിൽ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA ആയ KK ശൈലജ ടീച്ചറെയാണ് വലിയ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തിയത് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. 3 തെരഞ്ഞെടുപ്പിലും വൻപിച്ച വിജയം നേടി കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു നേതാവിനെയാണ് AICC KPCCയുടെ പുതിയ ചുമതല നൽകിയിട്ടുള്ളത്. കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായ ശ്രീ സണ്ണി ജോസഫിന് കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ സണ്ണി ജോസഫ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധിയായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കും. ചിലർക്ക് ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമമുണ്ട്. അങ്ങനെ ഈ പ്രവർത്തിച്ച കാലം അത്രയും എല്ലാവരുടെയും അംഗീകാരം നേടിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലാണ് സണ്ണി ജോസഫിനെ ജനങ്ങൾ കാണുന്നതും അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ ഭാവി കോൺഗ്രസിന്റെ പുതിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ശ്രീ സണ്ണി ജോസഫിന് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ അടൂർ പ്രകാശ്, ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോടൊപ്പം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അന്ന് പത്തനംതിട്ടയും കൊല്ലം ഒന്നായിരുന്നു. കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി യുവജന രംഗത്ത് കൂടി കടന്നു വന്ന കരുത്തനായ നേതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് കോന്നി ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് കോന്നി പിടിച്ചെടുത്ത് 5 തവണ MLA ആകാനും ആറ്റിങ്ങൽ പോലെ നിയോജക മണ്ഡലത്തെ തിരിച്ചു പിടിക്കാനും കഴിഞ്ഞ അടൂർ പ്രകാശ് കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഭാഗ്യ താരകമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. തീർച്ചയായും UDFന് ഇവ നിർണായകമായ സാഹചര്യത്തിൽ നേതൃത്വം കൊടുക്കുന്ന ശ്രീ അടൂർ പ്രകാശിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. മുൻ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ ശ്രീ PC വിശ്വനാഥും ഷാഫി പറമ്പിലും
രണ്ടുപേരും പ്രതീക്ഷ നൽകുന്ന നേതൃത്വമാണ്. KSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായി രണ്ടുപേരും വന്നുയർന്നിരിക്കുന്നു. അവർ ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന നേതൃത്വമായി വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. AP അനിൽകുമാർ, ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായി മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് AP അനിൽകുമാറെ നിയമിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനും 5 തവണ വണ്ടൂർ നിയോജക മണ്ഡലത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ നേടുവാനും കഴിഞ്ഞ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി കൂടിയാണ് AP അനിൽകുമാർ. മന്ത്രി എന്ന നിലയിൽ സംഘടനാ പാടവവും ഭരണവൈഭവവും കാണിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ് AP അനിൽകുമാർ. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. K സുധാകരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ 4 വർഷക്കാലം കനത്ത വെല്ലുവിളികൾ നേരിട്ട സന്ദർഭത്തിലെല്ലാം ധീരമായി പാർട്ടിയെ നയിച്ച ഒരു KPCC പ്രസിഡന്റാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വ്യക്തമായും സുദൃഢമായും ജനങ്ങളും പ്രവർത്തകരും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. UDF-ന്റെ കൺവീനറായി സ്ഥാനമൊഴിയുന്ന പ്രിയപ്പെട്ട MM ഹസൻ ഈ പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വഹിച്ച സ്ഥാനങ്ങളിലൊക്കെ തന്റെ അനിതര സാധാരണമായ നേതൃവൈഭവം പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി സ്ഥാനമൊഴിയുന്ന കൊടിക്കുന്നിൽ സുരേഷ്, T സിദ്ദീഖ്, TN പ്രതാപൻ, അവരും അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. അവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുമ്പിൽ ഇനി ആകെ 8-9 മാസങ്ങൾ മാത്രമാണുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പ്രവർത്തകന്മാരുടെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. 2010 നാം നേടിയ ഉജ്ജ്വലമായ വിജയം, 70% പഞ്ചായത്തുകൾ ജയിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരികെ വരണം. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം.